പിണറായി വിജയൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വാസവൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. ഇവരുടെയൊക്കെ മനസ്സിലാണ് ഏറ്റവും വലിയ വിശ്വാസമുള്ളത്. ഈ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളുടെ പേര് സഖാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ശബരിമലയിൽ ഏറ്റവും മുറിവുണ്ട്. ഇവരെയൊക്കെ എപ്പോഴെപ്പോഴും വിമർശിച്ച ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയോ അതല്ലെങ്കിൽ ഷാജൻ സ്കറിയുടെ അവസ്ഥയോ ഒക്കെ ആയി പോകുന്നുള്ളതാണ്. ഇത്രയും കഠിനാധ്വാനമൊക്കെ സഹിച്ച് എന്തുകൊണ്ടാണ് ഭക്തര് ശബരിമലയിലേക്ക് എത്തുന്നത്? അവിടെ ഇരിക്കുന്ന ബിംബത്തിന് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ശക്തി സ്രോതസ്സിന് ഒരു ശക്തി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഒറ്റച്ചങ്കൻ, ഇരട്ടച്ചങ്കൻ. ആ കൂട്ടത്തിൽ ഒരു പേരോട് ഇരിക്കട്ടെ, നവോത്ഥാനമായി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അധികാരം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പണിയാണ്, എട്ടിന്റെ പണിയാണ്. ശബരിമലയിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി വരുന്ന ഇലക്ഷൻ പ്രമാണിച്ച് ഹിന്ദുമത വിശ്വാസികളുടെ വോട്ട് പിടിക്കാനുള്ള പുതിയ തന്ത്രമായിരിക്കും ഇത്. എന്തിനാണ് നമ്മൾ അതിനെയൊക്കെ അങ്ങനെ കാണുന്നത്? നോക്കൂ, ഒരു സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരാണ് എന്ന് കരുതി ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പവർഫുള്ളായ ഒരു ക്ഷേത്രത്തെ ആഗോള തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇനിഷ്യേറ്റീവുകളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ എന്തിനാണ് കാണുന്നതെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഇടത് സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും ചിന്ത എന്നല്ല, യഥാർത്ഥത്തിൽ നിരീശ്വര വിശ്വാസി അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കാത്ത യുക്തിവാദികളായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. അല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോ നോക്കൂ, പിണറായി വിജയൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വാസവൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആവട്ടെ, മലബാർ ദേവസ്വത്തിന്റെ ആവട്ടെ, ദേവസ്വം ബോർഡിന്റെയോ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളായിരിക്കുന്നവരെല്ലാവരും ക്ഷേത്രവിശ്വാസികളൊന്നും അല്ലാന്നേ. അവരൊക്കെ അതിൽ CPM-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ക്ഷേത്രവിശ്വാസം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ കയറി കുമ്പിട്ട് തൊഴുന്നതോ ഏത്തമിടുന്നതോ ശയനപ്രദക്ഷിണം ചെയ്യുന്നതൊന്നും മാത്രമല്ല. ഇവരുടെയൊക്കെ മനസ്സിലാണ് ഏറ്റവും വലിയ വിശ്വാസമുള്ളത്, ഏറ്റവും വലിയ ഈശ്വര വിശ്വാസമുള്ളത്. പുറമേ ഞങ്ങൾ വലിയ കമ്മ്യൂണിസ്റ്റുകളാണ്, ഞങ്ങൾക്ക് ഈശ്വര വിശ്വാസമൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ സഖാവ് പിണറായി വിജയൻ ഒരിക്കൽ ഗുരുവായൂർ പോയിട്ട് ആ വിളക്ക് എത്തിച്ചിരിക്കുന്നിടത്താണോ ഭഗവാൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നൊരു ദൃശ്യങ്ങളുണ്ട്. അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പുറത്ത് വെറുതെ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളുടെ പേര് സഖാവ് പിണറായി വിജയൻ. ഒരിക്കൽ ശബരിമലയിൽ തൊട്ട് കളിച്ചപ്പോൾ കിട്ടിയതൊന്നും അദ്ദേഹം മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ഇപ്പോൾ ഹർഷയിൽ ചോദിക്കാനുള്ള കാരണം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ ശബരിമലയുടെ പേരിൽ കഴിഞ്ഞ തവണ ഇമേജ് ഒന്ന് ഇടിഞ്ഞു. ലോക്സഭയിൽ അത് BJP-യേക്കാൾ കോൺഗ്രസിന് വലിയ ഉപകാരമായി മാറി. എങ്കിലും ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് അവർ കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയില്ലേ. അപ്പോൾ അത് അയ്യപ്പ കോപം മാത്രമല്ല. പക്ഷേ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം ഒന്നാം പ്രളയം അതിന് മുമ്പായിരുന്നു, രണ്ടാമതൊരു പ്രളയം ഉണ്ടാകുന്നു, കോവിഡ് ഉണ്ടാകുന്നു, നിപ്പ ഉണ്ടാകുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അതങ്ങ് മെയിൻറ്റെയിൻ ആയി പോയതേ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ശബരിമലയിൽ ഏറ്റവും മുറിവുണ്ട്. ആ മുറിവ് മാറിയിട്ടില്ല എന്ന് കൃത്യമായി ആർക്കറിയാം? ഇടതുപക്ഷത്തിന്. അപ്പോൾ ആ മുറിവിനെ ഒന്ന് ഉണക്കാനുള്ള ഒരു ബെറ്റാഡിൻ ലോഷനാണ് ഈ പറയപ്പെടുന്ന ശബരിമല അയ്യപ്പ സംഗമം എന്ന് ഹർഷയെ പോലുള്ളവരൊക്കെ വിശ്വസിച്ചാൽ, ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ വിശ്വസിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കതങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ല. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. കാരണം ഇവരെയൊക്കെ എപ്പോഴെപ്പോഴും വിമർശിച്ച ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയോ അതല്ലെങ്കിൽ ഷാജൻ സ്കറിയുടെ അവസ്ഥയോ ഒക്കെ ആയി പോകുന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ വിമർശിക്കാതെ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഇവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ അതല്ലെങ്കിൽ എന്താ പറയുക പുകഴ്ത്തുകയോ ഒക്കെ ചെയ്താൽ അതിനൊരു അർത്ഥമുണ്ടാകും. ഒരുപക്ഷെ ഇതേ ടൂണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇത് ഞങ്ങളുടെ സഖാവിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിച്ച് ചിലപ്പോൾ കൂടുതൽ പേര് ഇത് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ നാട്ടിലൊക്കെ ആളുകൾ പറയില്ലേ, ഒരു കാലത്ത് ഇൻക്ലാബ് വിളിച്ച് നടന്നവർ, ഈശ്വരനില്ല എന്ന് വിളിച്ച് നടന്നവർ, ക്ഷേത്രങ്ങൾ പൊളിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ കുറയും എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ അവസാനം കാഷായ വേഷത്തിലേക്ക് എത്തി രാമരാമ ജപിച്ച് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ച്, ഭഗവാനെ അയ്യപ്പ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുദേവ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ അള്ളാഹു എന്ന് വിളിച്ച് ആണ് അവരുടെ കാലം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് നടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്ത് ഇവർക്കൊക്കെ മനസ്സിലാവും ഇങ്ങനെ ഒരു പവർ ഉണ്ട്, ഇങ്ങനെ ഒരു ശക്തി ഉണ്ട്. ശബരിമലയിൽ 18 മലകൾക്ക് നാഥനായി 18 പടികൾക്ക് മേലെ സന്നിധാനത്ത് ഇരിക്കുന്ന ഭഗവാൻ ശ്രീധർമ്മശാസ്താവ്, ശബരിമല ശ്രീധർമ്മശാസ്താവ് പല വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ മണിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ ജീവസമാധിയാണെന്ന് പറയുന്നു, പന്തളം രാജകുമാരൻ്റെ ജീവസമാധിയാണെന്ന് പറയുന്നു. മാളികപ്പുറത്തമ്മ ദേവീ സങ്കല്പത്തിൽ
അയ്യപ്പന് വേണ്ടി കാത്തിരിക്കുന്ന കാമുകയാണെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ അത് ഭദ്രകാളി സങ്കല്പത്തിൽ അമ്മയുടെ അമ്മയായിട്ടാണ് സങ്കല്പിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. ശാസ്താവ് ശാന്തസ്വരൂപിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. ഉഗ്രമൂർത്തിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ പല കഥകൾ പറയുന്നുണ്ട്. ഉഗ്രമൂർത്തിയായിരിക്കുന്നത് കൊണ്ടാണ് പന്തളത്ത് നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണ പെട്ടിയിൽ വാളും പരിചയമൊക്കെ ഉള്ളത്, യുദ്ധത്തിന് പോകാനുള്ള വാളും പരിചയമുണ്ട് എന്നൊക്കെ പല വിശ്വാസങ്ങൾ. അത് പോട്ടെ, അത് നമ്മുടെ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായി എന്തായാലും അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് ഓരോ മണ്ഡലകാലത്തിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ശബരിമലയിലേക്കൊക്കെ പോകാൻ വലിയ കഷ്ടപ്പാടല്ലേ. ഇപ്പോൾ ഒന്നുകിൽ ഫ്ലൈറ്റ് പിടിച്ച് എയർപോർട്ടിലെത്തി, അവിടുന്ന് ട്രെയിൻ കയറി അവിടെ എത്തി, അവിടുന്ന് വണ്ടി വിളിച്ച് പോകണം. അതല്ലെങ്കിൽ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് ഇത്രയും ദൂരം ക്യൂ നിന്ന് മല കയറി അവിടെ ചെന്ന് ക്യൂ നിന്ന് ഇദ്ദേഹത്തെ കാണും. അപ്പോൾ സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, ശാരീരിക അധ്വാനം, ഇതൊക്കെ വേണ്ടുന്ന ഒരു കർമ്മമാണ് ശബരിമലയിലേക്കുള്ള ഓരോ യാത്രകളും. 41 ദിവസം വ്രതം നോക്കണം, എല്ലാവരും നോക്കാറില്ല എങ്കിൽ പോലും. അപ്പോൾ ഇത്രയും കഠിനാധ്വാനമൊക്കെ സഹിച്ച് എന്തുകൊണ്ടാണ് ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നത്? അവിടെ ഇരിക്കുന്ന ബിംബത്തിന് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ശക്തി സ്രോതസ്സിന് ഒരു ശക്തി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. ഇനി ശബരിമല എടുക്കുക. ശബരിമല സന്നിധാനത്ത് 18 പടികൾക്ക് മേളിലിരിക്കുന്ന ശ്രീധർമ്മശാസ്താവും 18 പടികൾ ഇറങ്ങി വരുമ്പോൾ താഴെ കാണാൻ പറ്റുന്ന മറ്റൊരു ഒരു ശ്രീകോലുണ്ട്. ശ്രീകോലല്ല, അവിടെ ഒരു ദേവസ്ഥാനമുണ്ട്, വാവരുവള്ളി എന്നാണ് വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായും മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഈറ്റിലമാണ് ശബരിമല. ഗുരുവായൂരിലേക്ക് പോകും, അവിടെ അവിശ്വാസികൾക്കും അഹിന്ദുക്കൾക്കും പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ഒട്ടനവധി ക്ഷേത്രങ്ങൾ അത്തരത്തിലുണ്ട്. അത് എടപ്പള്ളിയിൽ, നമ്മുടെ എറണാകുളം ടൗണിൽ തന്നെ എടപ്പള്ളിയിൽ കൊട്ടാരങ്കണം ക്ഷേത്രമുണ്ട്. അവിടെ അവിശ്വാസികൾക്കോ ഹിന്ദുക്കൾക്കോ പ്രവേശനമില്ല, പാൻഡിട്ട് കയറാൻ പറ്റില്ല. നാളെ മുസ്ലിം ആവട്ടെ, ഇസ്ലാം മത വിശ്വാസി ആയിക്കൊള്ളട്ടെ, നെറ്റിയിൽ നിസ്കാര തഴമ്പും തലയിലൊരു വട്ടത്തൊപ്പിയും ഒരു താടിയും ഉടുത്ത് പക്ക മുസൽമാന്റെ വേഷത്തിൽ ശബരിമലയിലെത്തിയാൽ ഈ ഇരുമുടിക്കെട്ടുണ്ടെങ്കിൽ മാത്രം 18 പടി ചവിട്ടാൻ പറ്റുള്ളൂ. ഇപ്പുറത്തൂടെ വഴിയുണ്ട്, അവിടെ കയറി ദർശനം നടത്താം, ആരും ചോദിക്കില്ല എന്തിനാവാം എന്ന്. നാളെ കൊന്തമാല ധരിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ ഇരുമുടിക്കെട്ടുമായിട്ടാണ് വരുന്നതെങ്കിൽ, വ്രതശുദ്ധിയോടെയാണ് വരുന്നതെങ്കിൽ 18 പടി ചവിട്ടി മുകളിൽ ചെന്ന് ശാസ്താവിനെ തൊഴാം. അവിടെ ആരും ചോദിക്കില്ല നീ ആരാ വന്നതെന്ന്. അവിടെ വാവരുവള്ളി ഉണ്ടല്ലോ, അവിടെ പോയി തൊഴാലോ. അപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ ഇത് വാവരല്ല വാവൂരിനാണെന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മാറ്റി വെക്കും, അത് പോട്ടെ. അതുപോലെ അതിന് ചരിത്രവുമായി ബന്ധപ്പെട്ട് പല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ത് തന്നെ ആയാലും അവിടെ അങ്ങനെ ഒരു സംവിധാനം, ഒരു ദേവസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഈ മതസൗഹാർദ്ദത്തിന്റെ വലിയ ഒരു സന്ദേശം പുറമേ നൽകാനാണ്. ഇനി 41 ദിവസം വ്രതം നോക്കി പമ്പയിൽ കുളിച്ച് മലയവട്ടി കരിമലയും നീരിമലയും ഒക്കെ താണ്ടി സന്നിധാനത്തെത്തി അയ്യോ ഭഗവാനെ എന്നെ കാത്തോളണേ, സ്വാമിയെ ശരണം, നീയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, നീ ആരെയാണോ തേടുന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും വലിയ വിശ്വാസങ്ങളുടെ ഒരു ശക്തി സ്രോതസ്സാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. ആ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ആചാരങ്ങൾ, ഞാൻ ഈ ആചാരങ്ങളെ പറ്റി പറഞ്ഞത് എന്തിനാ, വളരെ ലഘുവായിട്ടുള്ള ആചാരങ്ങൾ മാത്രമേ ശബരിമലയിലുള്ളൂ. അത് പാലിച്ചിട്ട് ചെന്നാൽ മതി. അവിടെ വർഗീയവാദികൾ അല്ലെങ്കിൽ വർഗീയതയൊക്കെ ഒന്നും ഒരു സ്ഥാനവുമില്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആചാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഋതുമതികൾക്കായ സ്ത്രീകൾ ശബരിമലയിൽ വരാൻ പാടില്ല. അതിനതിൻ്റെതായ കാരണങ്ങൾ പലതായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ആചാരങ്ങളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുക. ഇവിടെ കേരളം ഭരിക്കുന്ന ഈ ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ തന്നെ ആയിക്കോട്ടെ, എത്ര സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാത്തതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ധൃതി, ഞാൻ എന്തോ വലിയ നവോത്ഥാന നായകനാണ്, ഏതോ മണ്ടം പറഞ്ഞു കൊടുത്തു, ഇതിപ്പോൾ അവിടെ പോയി സ്ത്രീകളെ കയറ്റിയാൽ അങ്ങനെ നവോത്ഥാന നായകനെന്ന് വിളിക്കും. എന്നാൽ പിന്നെ ഇരിക്കേണ്ട ഒരു പേര്, ഒരു നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, BA, MA, MA, PhD, ഡോക്ടറേറ്റ്, LLB, ഇതൊക്കെ ഒരുമിച്ചെടുക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ ക്രൈസാണ്. ഇതുപോലെ അദ്ദേഹത്തിന് ഒരു ക്രൈസ് വന്നു, ഒറ്റച്ചങ്കൻ, ഇരട്ടച്ചങ്കൻ, പിന്നെ എന്താണ്, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ പുള്ളിക്ക്. ആ കൂട്ടത്തിൽ ഒരു പേരോട് ഇരിക്കട്ടെ, നവോത്ഥാന നായകൻ. അപ്പം കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ മറ്റേ സ്ത്രീകളുടെ യോനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുള്ളിലൂടെ ഒക്കെ നടന്നു പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അറിയായിരിക്കും അന്ന്, ഈ കിസ് ഓഫ് ലവ്, ചുംബന സമര സമയത്തൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് എന്നാൽ സുപ്രീം കോടതിയുടെ വിധി വന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്, കയറ്റിയേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, കുറേ ആക്ടിവിസ്റ്റുകളല്ലാതെ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുകയാണല്ലോ, കുറേ ആക്ടിവിസ്റ്റുകളല്ല ഒരാൾ പോലും അങ്ങോട്ടേക്ക് വന്നില്ല. അവിടെ പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും, അത് കേരളത്തിൽ ജനിച്ചു വളർന്നവരാവട്ടെ, വേറെ മതവിശ്വാസങ്ങളുള്ളവരാവട്ടെ, ഇവരാരും തന്നെ പൂർണ്ണ മനസ്സോടെ അല്ല ആ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. IG ശ്രീജിത്ത് സാർ ശബരിമല സന്നിധാനത്ത് പോയി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മനോജ് എബ്രഹാം സാറ്, അദ്ദേഹം IPS അദ്ദേഹം പമ്പയിൽ
തീർത്ഥാടകരെ അടിച്ചൊൽപ്പിക്കുന്ന ഒരു ദൃശ്യം മുതൽ ഇയാളെ വലിയ വർഗീയവാദികളാണ്. ഇവർക്ക് പുറകിൽ നിന്നൊക്കെ കിട്ടിയ വലിയ പ്രഷറുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വലിയ പ്രഷറുണ്ട്. അവരവരുടെ ജോലിയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ശ്രീധർമ്മശാസ്താവിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 12 രാജകുടുംബത്തിലെ വളർത്തുപുത്രനായ അയ്യപ്പനോട് പുലിപ്പാല് വേണമെന്ന് രാജഭക്തി പറഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പുലിപ്പാല് തേടിപ്പോയതാ. അന്ന് താൻ മരിച്ചു പോകുന്നു, പുലിയെ എങ്ങനെ പിടിക്കുന്നു ചിന്തിച്ചിട്ടൊന്നുമില്ല. മുകളിലിരിക്കുന്നവർ പറഞ്ഞു, അയ്യപ്പൻ കേട്ടു. അയ്യപ്പന്റെ ഡ്യൂട്ടിയാണ് അയ്യപ്പൻ അവിടെ ചെയ്തത്. ഈ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കഥകൾ പലതുണ്ട്, ശബരിമല പല കഥകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരണം നേടിയ ഒരു കഥ ഇതാണ്. അപ്പോൾ സ്വാഭാവികമായും അധികാരത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പറയാണ് പോലീസുകാരോട് സ്ത്രീകളെ കയറ്റാൻ. പോലീസുകാർ നിവൃത്തിയില്ല, പോലീസുകാർ പോരാളികളാണ്, അവർ കയറ്റി. അതിനുശേഷം എന്തൊക്കെ അനർത്ഥങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അധികാരം കിട്ടിയത് എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്? അതൊരു പണിയാണ്, എട്ടിന്റെ പണിയാ. അതൊരു എട്ടിന്റെ പണിയാ. ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ താഴേക്ക് ഇടുന്ന ഒരു അവസ്ഥ എന്തോ. അപ്പം സ്വാഭാവികമായും ചിലപ്പോ പിണറായി വിജയനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥരോ ഒക്കെ ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്തോ ദേവജ്ഞന്മാരുടെ അടുത്തോ പോയിട്ട് വല്ല പ്രശ്നവും വെച്ച് നോക്കിയിട്ടുണ്ടാവും. അയ്യപ്പ കോപം മാറാൻ ശബരിമലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ മുന്നോട്ട് പോകുന്നത് 3000 ഡെലിഗേറ്റ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലെ 3-ാം വാരത്തിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക. അതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ കാരണം ഊഹാപോഹങ്ങളായി കേൾക്കുന്ന കഥകളാണ്. ആ കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇതിന്റെ ഒരു നല്ല വശത്തെക്കുറിച്ച് കൂടി ചിന്തിക്കണം. അപ്പം ശബരിമലയിൽ ഇവരൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടൊന്നും വേണ്ട. ശബരിമല ഫേമസ് ആണ്, ഇന്നും ലിമിറ്റഡ് ആണല്ലോ. മണ്ഡലകാലത്തിൽ ഇത്ര ഭക്തരെയാണ് ഒരേ സമയം കയറ്റിവിടുക. കാരണം അതൊരു വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ്, വനഭൂമിയാണ്, മലയാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടേക്ക് കടത്തിവിടാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ വികസനം ഉണ്ടാക്കാനുള്ള ലിമിറ്റേഷൻ ഒന്നും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയുള്ള പല ക്ഷേത്രങ്ങളും നഷ്ടത്തിൽ പോകുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതായത് അവിടുത്തെ ജീവനക്കാർ, കറണ്ട് ബില്ല്, അവിടുത്തെ മെയിൻ്റനൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ശബരിമല പോലെ വിരലുണ്ടാവുന്ന ക്ഷേത്രങ്ങളാണ് ഒരുപാട് വരുമാനം ദേവസ്വം ബോർഡിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ വരുമാനം എടുത്തിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട്. പിന്നെ ദേവസ്വം ബോർഡിൽ പാർട്ടി മാറി വന്ന പ്രശാന്ത് ഏട്ടനെ പോലെയൊക്കെയുള്ള ആളുകളെ പ്രസിഡന്റായും ബോർഡ് മെമ്പർമാരുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ശമ്പളം കൊടുക്കണം, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, വണ്ടിക്ക് എണ്ണ അടിക്കണം. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരയ്യപ്പൻ യാത്ര തിരിക്കുമ്പോൾ മുതൽ നികുതി ഇനത്തിലും KSRTC-യിലൂടെയും ഭക്ഷണത്തിലൊക്കെ എത്രയോ രൂപ ഖജനാവിലേക്ക് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ഫണ്ട് സോഴ്സാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതായത് അദ്ദേഹം ഒരു ജന്മന കമ്മ്യൂണിസ്റ്റോ ജന്മന CPM കാരനോ അല്ല. ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടി മാറി അങ്ങോട്ടേക്ക് പോയാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഭക്തിയൊക്കെ ഉണ്ട്, കാണുമ്പോൾ നെറ്റിയൊരു ചന്ദനക്കുരിയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം മാസം തുടർന്ന് പോയപ്പോൾ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇന്നിപ്പോൾ എന്താ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ത്രീ പ്രവേശന വിഷയത്തിൽ അത് നേരത്തെ മലക്കം പറഞ്ഞു, ഇപ്പം പാർട്ടി മലക്കം പറഞ്ഞു. ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ വർഗീയതയാണ് എതിർക്കേണ്ടത്, ഇതിനൊന്നും അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദമോശൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊരു 5-6 വട്ടം കേട്ടാലേ എന്തോന്നും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തത്. പുള്ളി എങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കാൻ പറ്റുക. അപ്പത്തിൻ്റെ കഥയൊക്കെ വെച്ചിട്ട് സിമ്പിളായ ഉദാഹരണം പറഞ്ഞത് വല്ലപ്പോഴും അതിനെ പുള്ളി ട്രോളിയും ചെയ്തു. ഇപ്പം സൈദ്ധാന്തികമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. എന്തായാലും പമ്പയിൽ ഒരു 10,000-3000 പേരുടെ ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് നല്ല കണ്ണിലൂടെ നമുക്ക് നോക്കി കാണാം. അപ്പം അവർക്കുണ്ടായിട്ടുള്ള, സർക്കാരിനും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അയ്യപ്പ കോപം മാറണേ. എല്ലാവർക്കും, സർക്കാരിനും പിണറായി വിജയനും കുടുംബത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവരും കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർക്കും എല്ലാം ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.